അക്രമത്തെ പ്രതിരോധിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും സാധ്യമാകുന്നതുവരെ നിങ്ങൾ ക്ഷമിക്കുക. സാധ്യമായാലോ ആക്രമികൾക്ക് പരമാവധി നിങ്ങൾ പുറത്തു കൊടുക്കുക. ലോകം കണ്ട ഏറ്റവും വലിയ ധിഷണാശാലിയായ രാഷ്ട്രതന്ത്രജ്ഞനും നയതന്ത്ര വിശാരദനുമായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ടായിരുന്ന വാക്കുകളാണിത്. വിട്ടുവീഴ്ച പരാജയമല്ല, വിജയമാണ്. നമ്മളോട് അഹിതമായി പെരുമാറിയവരോട് ക്ഷമിക്കുന്ന പോലെ പ്രധാനമാണ് നമുക്ക് വന്ന വീഴ്ചകളിൽ ക്ഷമാപണം നടത്തുന്നതും. ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാനും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഇല്ലാതാക്കുവാനും വ്യക്തിബന്ധങ്ങൾ ഭദ്രമാക്കുവാനും സ്നേഹാന്തരീക്ഷം സംജാതമാക്കാനും ഏറെ സഹായിക്കുന്ന ഒരു സിദ്ധൌഷധമാണ് ക്ഷമാപണം. കുടുംബം, സൗഹൃദം, ഓഫീസ് തുടങ്ങി നമ്മുടെ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും നിർവചിക്കുന്ന ഉത്തമ സ്വഭാവമാകണം ഇത്. സോറി എന്ന രണ്ടക്ഷരത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും വർഷങ്ങൾ നീണ്ട പിണക്കത്തിലേക്ക് നയിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തെ ഫലവത്താക്കുന്നതിൽ ഏറ്റവും ഭംഗിയായി ഇടപെടുന്ന ഒരു വാക്കാണിത്. എന്തിനാണ് മറ്റൊരാളോട് പകവയ്ക്കുന്നത്? വേറെ ഒരാൾ മരിക്കാൻ നാം വിഷം കുടിക്കുന്നത് പോലെയാണ് പകവയ്ക്കുന്നത്. അതുമൂലം നാം ആത്മീയമായി മരിച്ചു പോകുന്നു. നാം മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റ് എന്ന ഈഗോ നമ്മുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്നു. പിന്നീട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ സുഖവും സ്വാസ്ഥ്യവും ഉണ്ടാവുകയേയില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചികഞ്ഞ് അന്വേഷിക്കുന്നതിന് പകരം നമ്മുടെ വീഴ്ചകൾ സമ്മതിക്കുകയും പരമാവധി തിരുത്തുവാൻ അധ്വാനിക്കുകയും ചെയ്താൽ ശാന്തതയും അതോടൊപ്പം സക്രിയമായ പുരോഗതിയുമുള്ള വ്യക്തികളും സമൂഹവുമായി നമുക്ക് വളരാനാവുമെന്നത് തീർച്ച. ഞാൻ സുന്ദരനോ വിരൂപനോ ആകാം, വീഴ്ചകളും കുറവുകളും ഉള്ളവനാകാം. എന്തായാലും അത് ഞാനാണ്. അതിനു പകരം ഇല്ലാത്ത ഒന്നിനെ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈഗോ പിറക്കുന്നു. എന്നിലെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിച്ച് ശീലിക്കൂ. ആ ദോഷങ്ങൾക്കു പകരം ഗുണങ്ങൾ വളരട്ടെ എന്ന് സദാ ആത്മാർത്ഥമായി ആഗ്രഹിക്കൂ. പതുക്കെ പതുക്കെ നമ്മളറിയാതെ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കും. ചുറ്റുമുള്ളതിനെയെല്ലാം അർഹിക്കുന്ന ആദരവോടെ സമീപിക്കാനും അതിലൂടെ സ്വയം ഉയരുവാനും സാധിക്കും. പ്രശ്നങ്ങളുണ്ടാവാം, ക്ഷിപ്രജന്യമായി പ്രതികരിക്കരുത്. ക്ഷമയവലംബിക്കുക, വസ്തുതകൾ വിലയിരുത്തി സംസാരിക്കുക. എടുത്തുചാട്ടക്കാരൻ്റെ നടുവുടിച്ചു വിധി എന്ന് ഉള്ളൂർ കിരണാവലിയിൽ പാടിയിട്ടുണ്ടല്ലോ. ആഘാതമേൽക്കുന്ന പ്രഥമ പടിയിലാണ് ക്ഷമ വേണ്ടതെന്ന ഹദീസ് ഓർമ്മിക്കുക. സമചിത്തതയും മര്യാദയും പ്രതിപക്ഷ ബഹുമാനവും കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളേയില്ല.